നമസ്കാരം. ഗീതമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പോർക്ക് വിന്താലു ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.25 കിലോ പോർക്കാണ്. ആ 1.25 കിലോ പോർക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ മാംസം മാത്രം ഉള്ള ഭാഗമാണ് ഈ ചട്ടയിലിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ നെയ്യുള്ള ഭാഗമുണ്ടല്ലോ, അതായത് ആ മേൽഭാഗത്തെ ആ തൊക്കും തൊലിയും അതിനടിയിലത്തെ ആ ഫാറ്റും അതെല്ലാം കൂടെ ഞാൻ ഒരു പാനിലിട്ട് ഒന്ന് വെറുതെ വാരിയിട്ട് ചൂടാക്കി അതിനകത്തെ ആ നെയ്യ് ഉരുക്കിയെടുത്ത് അത് കളയുക. എനിക്കതത്ര ഒരു അൺഹെൽത്തി ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പോർക്ക് മേടിക്കുമ്പോഴെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി അതിൽ നിന്ന് കളഞ്ഞാലും ബാക്കി കുറച്ചതിൽ നെയ്യുടെ കണ്ടൻസൊക്കെ ഇഷ്ടംപോലെ കാണും. അപ്പോൾ അതവിടെ ഇരുന്നുകൊണ്ട് അതിനകത്ത് കുറച്ചുകൂടെ ഇറങ്ങിപ്പോകട്ടെ, നെയ്യ് കുറേ കൂടെ പോകട്ടെ. അപ്പോൾ നമുക്കിനിയും ഈ മീഞ്ഞാലി, അതായത് ഈ വീന്താലു ഉണ്ടാക്കാൻ വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനൊരു പാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് തീയും കത്തിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്യണം, എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് വറ്റൽമുളകാണ്. ഒരു 10 വറ്റൽമുളക് അങ്ങോട്ടിട്ട് കൊടുക്കണം. അത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, കാശ്മീരി അല്ല. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 3/4 ടീസ്പൂൺ കടുക്, പിന്നെ ഒരല്പം മസാല, അതായത് ഒരു കഷ്ണം കറുവാപ്പട്ട പൊട്ടിച്ചത്, ഒരു 4-5 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കായ, പിന്നെ ഒരു 10 കുരുമുളകും ഒരു നുള്ളു പെരിഞ്ചീരകവും. മസാല ഒരിക്കലും കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ആ മസാലയുടെ ടേസ്റ്റും ആ കുത്തലും ഒക്കെ കൂടുതലായിട്ട് മുമ്പിൽ നിൽക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പം തന്നെ നമുക്കൊരു നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഈ പന്നി വീഞ്ഞാലി എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ഒരു പന്നി ഇറച്ചിയുടെ ഒരു അച്ചാറായിട്ടാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് വിനീഗറും ഒക്കെ ഇച്ചിരി നല്ലോണം ചേർക്കും. അപ്പോൾ നമുക്കിത് എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കാം. അത് ആ പാൻ നന്നായിട്ട് ചൂടായിരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി മാറ്റി വെച്ചിട്ട് ആ ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കാനുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് മൂത്ത് വരുന്നുണ്ട്, എല്ലാം നല്ലോണം മൂത്തു. ഇനി അത് നമുക്ക് മാറ്റാം, അത് അടുപ്പിൽ നിന്ന് മാറ്റാം. ആ പോർക്ക് റെഡിയായി. അതിൻ്റെ ആ നെയ്ക്കകത്തെ ഫാറ്റ് എല്ലാം കളഞ്ഞു. അതിൻ്റെ ആ റിമൈനിങ് ഭാഗമാണ് ആയിരിക്കുന്നത്. അത് നമുക്ക് ഈ കറിയിലിടാം. എന്നാലും അതിൽ നിന്നും മറ്റേ ആ ഫ്ലഷിൻ്റെ അകത്തുനിന്നും ഒക്കെ ഇനിയും കുറേശ്ശെ ഫാറ്റ് ഇറങ്ങി വരും. ദേ കണ്ടോ, ഇത്രയും ഫാറ്റ് ഉണ്ട് അതിൽ നിന്ന്. ഇതെല്ലാം കൂടി ഈ കറിക്കകത്ത് കിടന്നു കഴിഞ്ഞാൽ ആ നെയ്യ് ഇങ്ങനെ മേളിൽ അങ്ങ് തളം കെട്ടിക്കിടക്കും. എനിക്കെന്തോ അത് അത്ര ഇഷ്ടമല്ല. ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതായത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-25 വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും അതും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കാം. അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ആ ഡ്രൈ റോസ്റ്റ് ചെയ്തതിൻ്റെ കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അത് നല്ലോണം മൂത്ത് വരട്ടെ. അതിപ്പോൾ നല്ലോണം മൂത്തു. അതിൻ്റെ കൂടെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുക. ആദ്യം വറുത്ത വെച്ച സാധനങ്ങളും ഇതും എല്ലാം കൂടെ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കണം. 2 ടേബിൾ സ്പൂൺ, അതായത് സാധാരണ ഇറച്ചിക്കറിക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. അതുകൂടാതെ ഇത് ഈ നാച്ചുറൽ വിനാഗിരി, അതായത് കള്ളിൻ്റെ വിനാഗിരിയാണ്. അതിന് നല്ല വീര്യവും ഉണ്ട്, നല്ല പുളിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ കറിക്ക് നല്ല പുളിയുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അച്ചാറിൻ്റെ ഒരു ഇഫക്റ്റാണ് ഈ കറിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം അത് കേടാകാതിരിക്കുകയും ചെയ്യും. ഇനി ആ ഇറച്ചിക്കകത്തോട്ട്
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് അരച്ച മസാല ഇട്ട് കൊടുക്കാം. ഈ അരച്ച മസാല ഇട്ടിട്ട് അതിനി ഒന്ന് നന്നായിട്ട് ആ ഇറച്ചിയിലോട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കത് ഇറച്ചിയെ ഒന്നുകൂടെ, ഇറച്ചി വേകാനുള്ള വെള്ളമാണ്. ഇനി ആ ഇറച്ചിക്കകത്തുനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. ഇനി അത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. തീ കത്തിച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിന് ഒരുമാതിരി നല്ല വേവുണ്ട്. നല്ലോണം വേവണം പന്നിയിറച്ചി, ഇല്ലെങ്കിൽ ഈ ടേപ്പ് വേമോ കൊക്കപ്പുഴുവോ ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും അതൊരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അത്രയും ടൈം വേണം. അപ്പോൾ അതവിടെ ഇരുന്ന് നല്ലപോലെ വേവട്ടെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കാണുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ലൈക്ക് ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യാൻ ഓർത്തോണം കേട്ടോ. ഇതൊരു റിക്വസ്റ്റാണ്. ഇത് നമ്മുടെ പോർക്കെല്ലാം വെന്തു, പാകത്തിന് വെന്തു, ഒരുപാട് വെന്തു പോയുമില്ല. ഇത് വേണേൽ നമുക്ക് പ്രഷർ കുക്കറിൽ വേവിക്കാം. പ്രഷർ കുക്കറിൽ വേവിച്ചാൽ പക്ഷേ ചിലപ്പോൾ അങ്ങ് വെന്തു പോകും. അതാണൊരു കുഴപ്പം. അതുകൊണ്ട് അതിലും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് ആ പാകത്തിന് വെച്ചിട്ട് വെക്കാം. പക്ഷേ ഈ കറിക്കകത്ത് നമ്മൾ സവോളയോ വെളുത്തുള്ളിയോ വെളുത്തുള്ളിയല്ല, സവോളയോ ഉള്ളിയോ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു വലിയ പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഒരു 3 സവോളയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ വാട്ടിയെടുത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ അത് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ പോർക്ക് വെന്തതിന് നല്ല പുളിയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. നല്ല എരിവുള്ള മുളകായിരുന്നു അതിനകത്തിട്ടത്. അപ്പോൾ അത് ആവശ്യത്തിന് എരിവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഒരു നിറമില്ല അല്ലേ? അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കാശ്മീരി മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അത് കാരണമാണ് ഒരു നിറമില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സവോള വഴന്ന് കഴിയുമ്പം അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കും. അന്നേരം കറിക്ക് ആവശ്യത്തിനുള്ള കളറുണ്ടാവും. അപ്പോൾ നമ്മൾ ആ നെയ്യെല്ലാം ഊറ്റി കളഞ്ഞത് കൊണ്ട് നന്നായി, അല്ലെങ്കിൽ അതെല്ലാം ഇതിൻ്റെ മേളിൽ തളം കെട്ടിക്കിടന്നേനെ. ഇപ്പോൾ അതേ നോക്കിക്കുക, ആ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന അതിനകത്ത് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. ആ കാശ്മീരി മുളക് പൊടി ഇട്ട് ഇച്ചിരി നേരം ഒന്ന് മൂപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ മണമുണ്ട്, ഒരു പച്ചമണം. അത് പോകണമെങ്കിൽ ഇച്ചിരി നേരം ആ എണ്ണയിലിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലോണം മൂത്തിട്ടുണ്ട് മുളക്. ഇനി നമുക്കതിനകത്തോട്ട് ആ ഇറച്ചി ഇട്ടാൽ മാത്രം മതി. ആ ഇറച്ചിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി. അപ്പോൾ നമ്മുടെ വീഞ്ഞാലിയുടെ പണി തീരും. ഇനി ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വീഞ്ഞാലി റെഡിയായി, പോർക്ക് വിന്താലു റെഡിയായി. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതിനകത്തെ ചാറുമൊക്കെ ഏകദേശമൊക്കെ വറ്റി, അധികമൊന്നും ഇല്ല, ഒരു തിക്കായിട്ടുള്ള കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇത് നല്ല ടേസ്റ്റാണ്. ചോറിനും പുട്ടിനും ആണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ചോറിനും പുട്ടിനും. ഇനിയും ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വറ്റിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയൊക്കെ കുറച്ച് ഗ്രേവിയോടെ പെരണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.